വിനാശകാലെ വിപരീത ബുദ്ധി. ചുമ്മാ ജനങ്ങളെ പറ്റിച്ച് നേതാവാകാമെന്ന് കരുതിയിരുന്ന് വോട്ട് തന്ന കൈകൊണ്ട് തന്നെ തല്ല് മേടിക്കേണ്ടി വരും. ആ കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വോട്ട് പെട്ടിയിലാക്കി MLA മൂടും തട്ടിപ്പോയതാണ്. പിന്നെ ആ മണ്ഡലത്തിൽ ഒരു വികസനവും കണ്ടില്ല എന്നായപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ കൂത്തുപറമ്പ് MLA KP മോഹനനെയാണ് നാട്ടുകാർ നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്തത്. അങ്കണവാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു MLA. കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. ഡയാലിസിസ് സെന്ററിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. പ്രശ്നം നാട്ടുകാർ പലതവണ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ട വിധം MLA പരിഗണിച്ചില്ല എന്നതാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചത്. ഇതാ പറയുന്നേ, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. ജനസേവനമല്ല അധികാരമോഹവുമായി നടക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഇതൊരു പാഠമാകട്ടെ. വികസനവും മേന്മയും എല്ലാം ദേശാഭിമാനി പത്രത്തിൽ 1-ാം പേജിൽ മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. സത്യം അതിനുമപ്പുറമാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ കയ്യേറ്റ ശ്രമം. അവിടെ പിണറായി വിജയന്റെ വികസന സദസ്യരൊന്നും കാര്യമായ റോൾ ഇല്ല എന്നതാണ് സത്യം. പല LDF MLA-മാരും ഭരണ നിർവഹണത്തിൽ വലിയ പരാജയമാണ്. അങ്ങനെയുള്ള MLA-മാരെ പൊതുജനം തെരുവിൽ നേരിടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ കണ്ടു. കൂത്തുപറമ്പ് എന്നത് CPM-നെ സംബന്ധിച്ച് അവരുടെ തട്ടകമാണ്. ആ നാട്ടിൽ നിന്നും തന്നെയാണ് പിണറായി സർക്കാരിലെ ഒരു MLA-ക്കെതിരെ ജനങ്ങൾ കയ്യേറ്റവുമായി രംഗത്ത് വരുന്നത്. ഇത് LDF സർക്കാരിന്റെ പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതേസമയം MLA-യുമായി നാട്ടുകാർക്കുണ്ടായ വ്യക്തിപരമായ അഭിപ്രായ ഭിന്നതയാണ് കയ്യാങ്കളിലേക്ക് എത്തിയത് എന്ന് ഭരണപക്ഷം ന്യായീകരിക്കുന്നുമുണ്ട്. അതിന് LDF എന്നത് ഒരു ഘടകമല്ല എന്നും ഇടതുപക്ഷം പറയുന്നുണ്ട്. എന്നാൽ LDF MLA നാട്ടുകാരുമായി അടിയുണ്ടാക്കിയതിന്റെ ചീത്തപ്പേരിൽ നിന്നും സർക്കാരിന് ഒളിച്ചോടാൻ സാധിക്കില്ല എന്നതാണ് സത്യം. MLA-യുടെ കഴുത്തിനെ പിടിച്ച് തള്ളുന്നതും MLA തിരിച്ചടിക്കുന്നതുമെല്ലാം ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് പറയേണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞോ. അതിന് പറഞ്ഞില്ല, അതിനൊന്നും കിട്ടിയില്ല മോനെ, എന്നെ കിട്ടൂല. നിങ്ങൾക്ക് പറയേണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞോ. അതിന് പറഞ്ഞില്ല, അതിനൊന്നും കിട്ടിയില്ല മോനെ, എന്നെ കിട്ടൂല. തമാശ